ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയുടെ പുരാതന നാമധേയം ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. ധൃതരാഷ്ട്രരുടെ ആജ്ഞയനുസരിച്ച് പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നു. ഇത് പട്ടണരൂപത്തിൽ നിർമ്മിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്നാണ് ഐതിഹ്യം. ഗാണ്ഡവ വനത്തെ ഇന്ദ്രൻ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ സംരക്ഷിച്ച സ്ഥലത്തിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പേരുണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടെ അർജുനൻ ഗാണ്ഡവ വനം അഗ്നിക്ക് ഭക്ഷണമാക്കി തീർത്തു. ആ വനദഹനത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടതിനാൽ ദാനവശില്പിയായ മയൻ സന്തുഷ്ടനായി. പ്രത്യുപകാരമായി അദ്ദേഹം പാണ്ഡവർക്ക് ഒരു രാജ്യസഭ നിർമ്മിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രപ്രസ്ഥമെന്ന നഗരവും പാണ്ഡവർക്കായി മയൻ നിർമ്മിച്ചു. ഇതാണ് ബിർള ക്ഷേത്രമായ ലക്ഷ്മി നാരായണ ക്ഷേത്രം. നഗരത്തിനുള്ളിലും വേറെയും അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഇതാണ് പുണ്യനഗരമായ മധുര. ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുകയാണ്, ഹേ ദേവി, കുംഭമാസത്തിലെ അമാവാസി ദിവസം മകം നക്ഷത്രം വരുന്നതിനാൽ അന്ന് പ്രയാഗയിൽ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമാണ്. ആ പുണ്യം മധുര ദർശിച്ച് സ്നാനം ചെയ്താൽ എല്ലാ ദിവസവും ലഭിക്കും. അത്രയ്ക്ക് പാവനമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മഭൂമിയായ മധുര. മധുരയുടെ പുരാതന നാമധേയം മധുപുരി എന്നായിരുന്നു. ത്രേതായുഗ അവസാനത്തിൽ ശ്രീരാമന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നൻ മധു എന്ന ദാനവനെ വധിച്ച് ഇവിടെ പണി കഴിപ്പിച്ചതാണ് ഈ നഗരം. തൻ്റെ പുത്രന് അദ്ദേഹം ഈ രാജ്യം നൽകി. കാലം പിന്നിട്ടപ്പോൾ ഇവിടം യദുവംശ രാജധാനിയായി മാറി. ഇവിടം ഭരിച്ചിരുന്ന കംസന്റെ തടവറയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത്. മധുരയിൽ വളരെയധികം ക്ഷേത്രങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും പേരു പറയുക വിഷമകരമാണ്. എന്നാൽ 51 ശക്തിപീഠങ്ങളിലൊന്നായ ചാമുണ്ഡീദേവി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മധുരയിലെ പ്രദക്ഷിണം പ്രത്യേക ഏകാദശിക്കോ അക്ഷയ നവമിക്കോ നടത്തുന്നു. പ്രദക്ഷിണം ഏകദേശം 7 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ഈ മാർഗത്തിൽ മധുരയിലെ സകല തീർത്ഥങ്ങളും ദർശിക്കാം. വർണ്ണാനിൻ ചെഞ്ചൊടിയിന്മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ കുഞ്ഞിളം കയ്യാലൻ കണ്ണുകൾ പൊത്താതെ നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ. ഉണ്ണിക്കാർ വർണ്ണാനിൻ ചെഞ്ചൊടിയിന്മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ കാഴ്ചയാം കണിപ്പൂക്കൾ കൊതിക്കുമെൻ മനസ്സിൽ നീ അണിവാകയായി പൂത്തു നിന്നു. കാഴ്ചയാം കണിപ്പൂക്കൾ കൊതിക്കുമെൻ മനസ്സിൽ നീ അണിവാകയായി പൂത്തു നിന്നു കൃഷ്ണ, അണിവാകയായി നീ പൂത്തു നിന്നു.
അവിടുന്നെൻ കൈനീട്ടം വാങ്ങുന്ന നേരം ഞാൻ തിരുമിഴിപ്പീലിയായി മാറിടുന്നു കണ്ണാ, തിരുമിഴിപ്പീലിയായി മാറിടുന്നു. ഉണ്ണിക്കാർവർണ്ണ നിൻ ചെഞ്ചൊടിയിൻ മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ ഭക്തിയാം പാൽ ചോറു കൊതിക്കുമെന്നാവിൽ നീ പാലമൃതായി നിറഞ്ഞു നിൽക്കും. ഭക്തിയാം പാൽ ചോറു കൊതിക്കുമെന്നാവിൽ നീ പാലമൃതായി നിറഞ്ഞു നിൽക്കും. നിൻ തേനൂറും നാമങ്ങൾ നിറഞ്ഞു നിൽക്കും. മഞ്ഞപ്പട്ടുടയാട കൈ നീട്ടി വാങ്ങുമ്പോൾ ഹൃദയത്തിലായിരം പൂവിരിയും കൃഷ്ണ, ഹൃദയത്തിലായിരം പൂവിരിയും. ഉണ്ണിക്കാർവർണ്ണ നിൻ ചെഞ്ചൊടിയിൻ മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ കുഞ്ഞിളം കയ്യാലൻ കണ്ണുകൾ പൊത്താതെ നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ കണ്ണാ, നൽകണിയായി നീ മുന്നിൽ നിൽക്കൂ. ഉണ്ണിക്കാർവർണ്ണ നിൻ ചെഞ്ചൊടിയിൻ മേൽ നറും വെണ്ണ ചോരും പുഞ്ചിരിയോടെ. ഇതാണ് വൃന്ദാവനം. വൃന്ദാവനം ശ്രീ ഗോവിന്ദമൂർത്തിയിൽ നിന്നും ഭിന്നമല്ല. പരിപൂർണ ആനന്ദരൂപമായ ബ്രഹ്മം തന്നെയാണ്. ഇവിടത്തെ പൊടി സ്പർശിക്കുന്നതായാൽ തന്നെയും മുക്തി ലഭിക്കുന്നതാണ്. ആ സ്ഥിതിക്ക് വൃന്ദാവന മാഹാത്മ്യം എങ്ങനെ വർണ്ണിച്ച് ഫലിപ്പിക്കാനാണ്? വൃന്ദാവനത്തിൻ്റെ വിസ്തീർണം 84 ചതുരശ്ര നാഴികയാണ്. ഈ സ്ഥലം മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനന്ദ നൃത്തഭൂമിയാണ്. ഇവിടെ പലയിടങ്ങളിലായിട്ടാണ് പലതരം ലീലകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട പേരിലുള്ള തീർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വൃന്ദാവനം ഭഗവാന്റെ അന്തരംഗ ലീലാസ്ഥലമാണ്. ഇവിടെയാണ് ഭഗവത് സ്വരൂപമായ വാസസ്ഥാനം ഉള്ളത്. മഥുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് 6 കിലോമീറ്റർ ദൂരമേയുള്ളൂ. വൃന്ദാവനത്തിൽ കേശിഘട്ടിലാണ് സൗകര്യമായി യമുനാ സ്നാനം നിർവഹിക്കാൻ കഴിയുന്നത്. മറ്റു കടവുകൾ വളരെ ദൂരെയാണ്. കംസഭടനായ കേശു കുതിരയുടെ രൂപം ധരിച്ചു വന്ന് ശ്രീകൃഷ്ണനെ കൊല്ലാൻ ശ്രമിക്കുകയും ഭഗവാൻ ആ കേശിയെ വധിക്കുകയും ചെയ്ത സ്ഥലമാണ് കേശിഘട്ടെന്ന് അറിയപ്പെടുന്നത്. തീർത്ഥാടകർ കേശിഘട്ടിൽ സ്നാനം ചെയ്താൽ വംശീവടവും ഗോപേശ്വര മഹാദേവനെയും ദർശിച്ചു വേണം മുന്നോട്ടു പോകാൻ. വൃന്ദാവനത്തിൽ 100-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ശ്രീ രംഗനാഥ ക്ഷേത്രം, ശ്രീ രാധാരമണ ക്ഷേത്രം, ശ്രീ രാധാവല്ലഭ ക്ഷേത്രം, ശ്രീദേവി വിഹാരി ക്ഷേത്രം എന്നിവയാണ് പ്രധാന ക്ഷേത്രങ്ങൾ. മഥുരയിൽ നിന്നും യമുന കടന്ന് 6 കിലോമീറ്റർ ചെന്നാൽ ഗോകുലം കാണാം. ഇവിടേക്കാണ് വസുദേവർ കാരാഗൃഹത്തിൽ നിന്നും രാത്രി സമയത്ത് ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ നടന്നത് ഗോകുലത്തിലായിരുന്നു.
ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽ വിളി നിറയാ താമസമെന്തേ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽ വിളി നിറയാ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ ഗോപികളും ബാലകരും പൂമറന്ന കടമ്പുകളും തവ വിരഹേ വനമാലി കാത്തു നിൽക്കുന്നു ഗോപികളും ബാലകരും പൂമറന്ന കടമ്പുകളും തവ വിരഹേ വനമാലി കാത്തു നിൽക്കുന്നു കാർമുകിലിൻ പ്രേമവർഷം കാത്തു നിൽക്കുന്നു കാർമുകിലിൻ പ്രേമവർഷം കാത്തു നിൽക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ താമസമെന്തേ ഈ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽ വിളി നിറയാ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ അമ്പാടിയിൽ രാധികയും അവിടത്തെ പയ്യുകളും അടിയന്റെ മാനസവും കാത്തു നിൽക്കുന്നു അമ്പാടിയിൽ രാധികയും അവിടത്തെ പയ്യുകളും അടിയന്റെ മാനസവും കാത്തു നിൽക്കുന്നു കാൽത്തളതൻ കനക ശബ്ദം ഓർത്തു നിൽക്കുന്നു ശബ്ദം ഓർത്തു നിൽക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ താമസമെന്തേ ഈ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽ വിളി നിറയാ താമസമെന്തേ ഗോകുലമുണരാ മാനസവനിയിൽ നിൻ കുഴൽ വിളി നിറയാ കൃഷ്ണ